നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിലെ ഹോം ബട്ടൺ. ഈ ഒരു ഹോം ബട്ടണിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന 2-3 ഫീച്ചറുകളുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, എന്നാൽ അറിയാത്തതും ഉണ്ടാകും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അറിയാത്ത കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഹോം ബട്ടണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ മൊബൈലിലും ഈ ഒരു ഭാഗത്ത് ഹോം ബട്ടൺ കാണാൻ സാധിക്കും. സാധാരണ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ആപ്ലിക്കേഷനോ മറ്റോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന് പുറമെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇവിടെ കാണുന്ന എഴുത്തുകളൊക്കെ ഇംഗ്ലീഷിലാണ്. ഇതൊക്കെ നമ്മുടെ ലാംഗ്വേജിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ ഈ ഒരു ബട്ടൺ സഹായകമാകും. അവിടെ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഐക്കൺ കാണാൻ സാധിക്കും. അവസാനത്തെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ മലയാളത്തിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി മലയാളം ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജിലേക്ക് സ്ക്രീനിൽ കാണുന്നത് എന്തും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജ് കാണുന്നില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് വേണ്ടത്, ഞാനിപ്പോൾ തമിഴ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. തമിഴ് വന്നിട്ടുണ്ട്. തമിഴ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ആ സ്ക്രീനിൽ കാണുന്നതെല്ലാം തമിഴിലേക്ക് മാറി. അങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ കാണുന്നത് എന്തും നിങ്ങളുടെ ഭാഷയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. അതേ ഐക്കൺ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഇംഗ്ലീഷിലേക്ക് തന്നെ നിങ്ങൾക്ക് മടങ്ങി പോകാനും സാധിക്കും. ഇനി സ്ക്രീൻഷോട്ട് ആയാലും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഇത് സ്ക്രീൻഷോട്ടാണ്. ഇതും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അതേ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് അതേ ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സെലക്ട് ചെയ്ത മലയാളം ഭാഷയാണ് ഞാൻ സെലക്ട് ചെയ്തത്, മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് സ്ക്രീൻഷോട്ടാണ്. നിങ്ങൾക്ക് ഏത് ഭാഷയാണ് വേണ്ടത്, ഇവിടെ മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഭാഷ ചേഞ്ച് ചെയ്താൽ മതി. ഇനി അതേ ഐക്കൺ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇനി കുറച്ച് ഭാഗം മാത്രം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം മാത്രം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെലക്ട് ടെക്സ്റ്റ് എന്ന ഭാഗം കിട്ടും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മലയാളം സെലക്ട് ചെയ്യാണ്. മലയാളം സെലക്ട് ചെയ്ത ഉടനെ തന്നെ കണ്ടോ, ആ ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഗം മാത്രം ഇവിടെ മലയാളമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ഹോം ബട്ടണിൻ്റെ അകത്തുണ്ട്. ഇനി ഹോം ബട്ടണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സുഹൃത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ അയച്ചു തന്നോ, അത് എത്രയാണ് പൈസ എന്നോ എന്താണ് പ്രൊഡക്റ്റ് എന്നോ ഏത് കമ്പനിയാണെന്നോ നമുക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യുക. സർക്കിൾ ടു സെർച്ച് എന്ന് പറയും. അങ്ങനെ റൗണ്ട് ചെയ്ത ഉടനെ തന്നെ അത് ഏതാണ് പ്രൊഡക്റ്റ് എന്നും എവിടെയൊക്കെ അത് ലഭിക്കുമെന്നും എത്രയൊക്കെയാണ് അതിൻ്റെ പൈസ എന്നും വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു ഹോം ബട്ടണിലൂടെ നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു ഹോം ബട്ടണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോം ബട്ടണിൽ ഞാനിപ്പോൾ ബാക്ക് വരികയാണ്. ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സോങ് കേൾക്കുകയാണ്. അത് സൈറ്റിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്നോ ഏതാണെങ്കിലും, നമ്മളിപ്പോൾ മൂളിപ്പാട്ട് പാടുകയാണെങ്കിൽ പോലും ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് തന്നെ ഒരു സോങ് ഇവിടെ പ്ലേ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു സോങ് ഇപ്പം പ്ലേ ചെയ്യാണ്. ഞാനിപ്പോൾ സൗണ്ട് കുറച്ചിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഈ പാട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് മ്യൂസിക്കിൻ്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് ഇത് ഏത് സോങ് ആണ്, ഏത് ഫിലിമിലതാണ് എല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് കാണിച്ചു തരികയും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ ഒരു ഹോം ബട്ടണിൽ ഉണ്ട്. അങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഹോം ബട്ടണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നിലവിലിപ്പോൾ റിയൽമി, റെഡ്മി, ഓപ്പോ, വിവോ, സാംസങ് പോലുള്ള മൊബൈലുകളിലൊക്കെ ഈ ഒരു ഹോം ബട്ടൺ ഫംഗ്ഷൻ കൃത്യമായിട്ട് വർക്കാകുന്നുണ്ട്. നിങ്ങളും ഉപയോഗിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ ഈ ഒരു സംഭവം അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഹോം ബട്ടണിൽ അടങ്ങിയിരിക്കുന്ന ഈ വക ഫീച്ചറുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അറിയാത്ത കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.